നമസ്കാരം. കേരളത്തിൽ നിന്ന് നമുക്ക് മൈസൂരിലേക്ക് ഒരു യാത്ര പോയാലോ? അതും ഒരു ട്രെയിൻ ട്രിപ്പ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് സഹായിക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മാക്സിമം കാഴ്ചകൾ, മൈസൂരുള്ള മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നതാണ്. നമ്മൾ ട്രെയിൻ മാർഗം പോയി മൈസൂരിൽ എത്തിയതിന് ശേഷം അവിടെ ഒരു ദിവസം സ്റ്റേയും അടിച്ച് അടുത്ത ദിവസമാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും ട്രെയിൻ മാർഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മൈസൂർ പോകുന്നതും മൈസൂരുള്ള കാഴ്ചകളും പിന്നെ അവിടുന്ന് തിരിച്ച് നാട്ടിൽ വരുന്നതും അങ്ങനെ എല്ലാം ഉള്ളൊരു മാക്സിമം കാഴ്ചകൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താനായി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഡയറക്റ്റ് നമുക്ക് മൈസൂർ പോകാനായിട്ട്. അത് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 16116, നമ്മുടെ മൈസൂർ എക്സ്പ്രസ്. നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന്, അതായത് പഴയ തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് വൈകുന്നേരം 4:45 ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 11:15 കൂടി നമ്മുടെ മൈസൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 16315 ആയിട്ട് എല്ലാ ദിവസവും മൈസൂർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 12:45, ഉച്ചയ്ക്ക് ശേഷമല്ല, ഉച്ചയ്ക്ക് 12:45 എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ ഒരു 8:50 കൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ യാത്ര ആരംഭിച്ചത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. എല്ലാ ദിവസവും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് 4:45 വൈകുന്നേരം എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം ഒരു 5:40 കൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മുടെ മൈസൂർ വരെ, കൊല്ലം ജംഗ്ഷനിൽ നിന്ന് മൈസൂർ ജംഗ്ഷൻ വരെ ഞാൻ സ്ലീപ്പറിലാണ് കേട്ടോ വന്നത്. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് 455 രൂപയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ, അത് കഴിഞ്ഞാൽ കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, എറണാകുളം ജംഗ്ഷൻ, ആലുവ, തൃശ്ശൂർ, പാലക്കാട്, ഇത്രയും സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിന് സ്റ്റോപ്പുകളുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര വൈകുന്നേരമായിരുന്നല്ലോ. കൊല്ലത്ത് വണ്ടി വന്നത് 5:40 കേട്ടോ, കൊല്ലം ജംഗ്ഷനിൽ നിന്ന്. ശേഷം രാത്രിത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. ട്രെയിനിൽ ഇരുന്ന് മനസ്സമാധാനമായി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി രണ്ടാമത്തെ ദിവസം ആരംഭിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറിയത് 4-ാം തീയതിയാണ്. നമ്മൾ 5-ാം തീയതി മൈസൂർ എത്തും. എന്നിട്ട് 5-ാം തീയതി അവിടെ സ്റ്റേ അടിച്ചതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് 6-ാം തീയതി ഉച്ചയ്ക്ക് തിരിച്ച് നാട്ടിലോട്ട് ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ കയറി 7-ാം തീയതി ഇവിടെ എത്തും. അപ്പോൾ മൈസൂർ കൊട്ടാരം മാക്സിമം കാഴ്ചകൾ, അതായത് പുറത്തുനിന്നും അകത്തുനിന്നുമുള്ള മാക്സിമം കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ചാമുണ്ഡി ഹിൽസും ചാമുണ്ഡി ക്ഷേത്രവും പിന്നെ ഒരു ചർച്ചും ഉണ്ട്. ഇവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചുണ്ട്, സെൻറ്റ് ഫിലോമിനസ് കാത്തഡ്രൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചാണ്. ഒരു വലിയ ചർച്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ചാമുണ്ഡി ഹിൽസ്, പിന്നെ അവിടുത്തെ സൺസെറ്റ് കാര്യങ്ങൾ, പിന്നെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളല്ലേ മാക്സിമം. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം മൈസൂർ കൊട്ടാരത്തിൻ്റെ മാക്സിമം അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ. പിന്നെ നമ്മളിപ്പോൾ നേരെ മൈസൂർ ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് എവിടെയാണ് താമസം, നമ്മൾ ആഹാരം കഴിച്ചത് എല്ലാം റൂം സഹിതം നിങ്ങളെല്ലാം ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ബംഗളൂരുവിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച്, അതായത് കേരളത്തിലെ ചൂട് അപേക്ഷിച്ച് ഇവിടെ നാട്ടിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ വലിയ ചൂടില്ല കേട്ടോ. അതായത് നമ്മളെ കേരളം വിട്ട് ഇങ്ങോട്ട് കർണാടകയിലോട്ട് വന്നപ്പോഴത്തേക്കും വെയിൽ കുറവാണ്, അതായത് ചൂട് കുറവാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിതേ മൈസൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. മൈസൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മളെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 11:10 ആവുന്നതേ ഉള്ളൂ സമയം. നിങ്ങൾക്ക് അവിടെ സമയം കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചത് എന്തോന്ന് അറിയാമോ? തലേ ദിവസം ഞാൻ ബ്രെഡൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ട്രെയിൻ ഇരുന്ന് തന്നെ കഴിച്ചു. ബ്രെഡും അത്യാവശ്യം സ്നാക്സ്, രാവിലത്തേക്കൊരു ഏത്തക്കയും ബ്രെഡും മാത്രമാണ് കഴിച്ചത്. കാരണം ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മൈസൂർ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നതെന്ന് നോക്കാം നമുക്ക്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും ലിഫ്റ്റ് കാണും എന്തായാലും, പക്ഷേ നമുക്ക് നടന്ന് തന്നെ കയറാം. അതിന് മുമ്പ് ട്രെയിനിൻ്റെ പേരൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പേരും നമ്പരും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതല്ലേ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ മൈസൂർ ജംഗ്ഷൻ്റെ ഒരു നെയിം ബോർഡൊന്ന് തപ്പണം. ഇവിടെ അടുത്തൊരെണ്ണം ഉണ്ട്, ഇതേ കണ്ടില്ലേ, മൈസൂർ ജംഗ്ഷൻ നെയിം ബോർഡ്. അങ്ങനെ നമ്മുടെ മൈസൂർ ട്രിപ്പ് ഓണാവാൻ പോകുകയാണ് ഫ്രണ്ട്സ്. ട്രെയിൻ ട്രിപ്പ്. ഇനി നമ്മൾ വന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇവനിലാണ് നമ്മൾ വന്നത്. ട്രെയിൻ നമ്പർ 16316, ട്രെയിൻ നമ്പർ 16315. ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ വന്നു പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ദൂരോട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും സ്ലീപ്പർ ക്ലാസ് യാത്ര തിരഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു ഇതിനകത്ത് നമുക്കിപ്പം സ്ലീപ്പറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നോർത്തിലോട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇത് ലിഫ്റ്റ് ഉണ്ട്, നമ്മളപ്പോൾ ആ ലിഫ്റ്റിൽ കയറുന്നില്ല. സ്ലീപ്പറൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ട്രെയിനാണ്. ബാത്റൂമും നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു.
എനിക്ക് സ്ലീപ്പറിൽ സൈഡ് ലോവറായിരുന്നു. പക്ഷേ വേറൊരു അമ്മാമ്മ വയ്യാത്തത് കൊണ്ട് അമ്മാമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ മേളിൽ കയറി കിടന്നു. അപ്പർ സുഖമുറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഈ ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടോ, ഇനി ഇതിന് നമുക്ക് അങ്ങോട്ട് കയറണം. കയറി മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ആദ്യം ഇവിടുന്ന് നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് നേരെ റൂം എടുക്കാൻ പോകണം. ഒരു 40 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ തികച്ചുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് വന്ന് കയറി മേളിൽ വന്ന് എത്തിയിട്ടുണ്ട്. 2 വഴി കാണാൻ സാധിക്കും. ഇടതുഭാഗത്തൊരു വഴിയുണ്ട്, വലതുഭാഗത്തൊരു വഴിയുണ്ട്. നമുക്ക് വലതുഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇതാണ് ഇടതുഭാഗത്തേക്കുള്ള വഴി. ഇനി വലതുഭാഗത്തേക്ക് ഞാൻ എന്താണെന്ന് അറിയാമോ, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് കൊട്ടാരം ആ ഒരു സൈഡൊക്കെ. പക്ഷേ നമ്മൾ ആ ഒരു സൈഡിൽ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും വിചാരിച്ചാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഇപ്പം ഞാൻ പോകുന്ന സ്പോട്ട് എങ്ങോട്ടാണെന്നറിയാമോ, റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ അങ്ങോട്ട് തൊട്ടിറങ്ങിയതിന് ശേഷം ഇവിടുന്ന് ഒരു 40 രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മൈസൂർ മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നല്ല ഹോട്ടൽ. ഞാൻ അവിടെ പോകാൻ കാരണം എന്താണെന്നറിയാമോ, അപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം, ഞാൻ അങ്ങനെ വരാൻ ആഗ്രഹിക്കുകയല്ല കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും സോളോ ആയിട്ട് വന്നാലും എന്തെങ്കിലും ഇപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടോ ജലദോഷമോ അങ്ങനെ ചെറിയ എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അതൊരെണ്ണം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ കുറച്ച് ഒരു 50 മീറ്റർ കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് എക്സ്കലേറ്ററൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുവാണ്. ഇവിടുത്തെ ലഗേജ് ലോക്കേഴ്സൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഓഫ്ലൈനായിട്ട് റിട്ടയറിംഗ് റൂം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഓഫ്ലൈനായിട്ട് ഇവിടെ നമ്മൾ ചെന്ന് റിട്ടയറിംഗ് റൂമിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ റൂം തരും. പക്ഷേ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ തന്നെ വേറെ ഏതോ സെറ്റപ്പ് 800-900 രൂപയ്ക്ക് റൂം കിട്ടുമെന്ന് പറഞ്ഞു. അതെന്താ ഏർപ്പാടൊന്നും അറിഞ്ഞില്ല. ജസ്റ്റ് റിട്ടയറിംഗ് റൂമിൻ്റെ കാര്യം ഞാൻ നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് തിരക്കിയെന്നേ ഉള്ളൂ കേട്ടോ. കയറി കാണാനൊന്നും നിന്നില്ല. അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോ ചേട്ടന്മാർ നമ്മളെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതേ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ടിൽ 2 മെഡിക്കൽ കോളേജുണ്ട്. ഒന്ന് ആയുർവേദ മെഡിക്കൽ കോളേജും ഒന്ന് അല്ലാതെ മെഡിക്കൽ കോളേജും. ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ള നല്ല കാഴ്ചകളൊക്കെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം വേണ്ട ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് മറ്റേ ATM ടിക്കറ്റ് കൗണ്ടറിൻ്റെ സംവിധാനങ്ങളൊക്കെ കണ്ടില്ലേ. ഇവിടെ അടുത്തായിട്ട് തന്നെ അതേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ച് നോക്കിക്കോ നിങ്ങൾ. അത് ടൂറിസത്തിൻ്റെ ഓരോ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്, ഓൺലൈൻ സർവീസൊക്കെ കാര്യങ്ങളെ. ഇതാ കണ്ട റെയിൽവേ റിട്ടയർഡ് റൂംസ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെയാണ് ആ സംഭവം. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിലത്തെ ഭാഗം നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ നിൽക്കുക, വലിയൊരു മരമൊക്കെ ഉണ്ട്, നല്ല തണലും കാര്യങ്ങളുമാണ്. നമ്മൾ ഉച്ച സമയമാണെങ്കിൽ ഈ നാട്ടിൽ നമുക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, അത്രയും ചുട്ടുന്ന പൊള്ളായിരിക്കും കേട്ടോ, പൊള്ളലുള്ള ചൂടലായിരിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ നമുക്കൊരു ഓട്ടോ പിടിക്കണം. 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ പറഞ്ഞ സൈറ്റിൽ കൊണ്ടാക്കും. അപ്പോൾ എന്തായാലും ഞാനൊരു ഓട്ടോ തൂക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളണ്ണൻ ഒരു ഓട്ടോ ഇപ്പോൾ സെറ്റാക്കി തരും. അതുകൊണ്ട് ഓട്ടോ സെറ്റായി നേരെ അതിനകത്ത് കയറി. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് പോവുകയാണ് നമ്മുടെ സ്പോട്ടിലേക്ക്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും റൂമൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ തന്നെ റൂം എടുക്കണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കത്തില്ല ആരെയും. ഞാൻ പിന്നെ ജസ്റ്റ് ഈ ഒരു ഹോസ്പിറ്റൽ ഞാനും തപ്പിയപ്പോഴത്തേക്ക് 2 മെഡിക്കൽ കോളേജുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഹോട്ടൽ പ്രകാശ് പാലസ് ഇവിടെയാണ് സ്റ്റേ. ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ചുറ്റും വേറെയും ഒരുപാട് ധാരാളം റൂംസും കാര്യങ്ങളൊക്കെയുള്ള ഹോട്ടൽസൊക്കെ നിങ്ങൾക്ക് കാണാം. ആഹാരത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിവിടെ വന്നു പോകാൻ പറ്റും ഫ്രണ്ട്സ്. അത് ഉറപ്പായ കാര്യം. കാരണം ഭക്ഷണത്തിനൊക്കെ അമ്മാതിരി വിലക്കുറവാണ്. നമ്മളെങ്കിൽ അറക്കത്തില്ല. നമുക്ക് അറക്കാനായിട്ട് നമ്മൾ ചെന്ന് തല വെച്ച് കൊടുത്താൽ നമുക്ക് അറക്കാൻ പറ്റുന്ന ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് പറ്റുന്നത് ഇവിടെ ഉണ്ട്. അതേ നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ് കേട്ടോ നമ്മൾ ഓട്ടോ കൊണ്ട് ഇറക്കിയത്. ഇവിടെ ഒരു ശിവഭഗവാന്റെ ഒരു ചെറിയൊരു അമ്പലം കണക്കത്തെ ഒരു സെറ്റപ്പ്, ഒരു മരത്തിൻ്റെ അകത്ത് നന്ദി ഭഗവാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹോട്ടൽ പ്രകാശ് പാലസ്. ഇവിടെയാണ് നമ്മൾ വന്നത്. ഇവിടെയാണ് നമ്മളെ ഓട്ടോ കൊണ്ട് ഇറക്കിയത് റെയിൽവേ സ്റ്റേഷനിൽ. 40 രൂപ മേടിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു വെങ്കടേഷ് ഭവനൊക്കെ കണ്ടേക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നായിരിക്കും നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളിത് ആ വഴിയാണ് വന്നത്. ഒരു ഓട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ നമ്മളെ നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ആ വഴിയായിരുന്നു വന്നത്. ഇനി നമുക്ക് റൂം നിങ്ങളെന്ന് ഞാൻ കയറി കാണിച്ചു തരാം. നമ്മൾ താക്കോലൊക്കെ മേടിച്ച് റൂം വെച്ചിട്ടുണ്ട്. 1100 രൂപ പറഞ്ഞ റൂം 800 രൂപ ഞാൻ പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 800 രൂപയുടെ ഉള്ള റൂം ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 11:30-11:45 ആവുന്നുണ്ട്. അപ്പോൾ നാളെ 11:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെക്കൗട്ട് ആക്കിയാൽ മതി കേട്ടോ. നല്ല വൃത്തിയും ക്ലീനാണ്. പിന്നെ മൈസൂർ ആക്ച്വലി നല്ല വൃത്തിയും ക്ലീനും ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഫ്രണ്ട്സ് കേട്ടോ.
നല്ലതാണ്. അപ്പോൾ നമ്മൾ അണ്ണൻ എന്തായാലും റൂമൊക്കെ തുറക്കുന്നുണ്ട്, നമുക്ക് കയറി റൂമൊക്കെ ഒന്ന് കാണാം. 800 രൂപയ്ക്കൊക്കെ വർത്താണ് എനിക്ക് തോന്നുന്നത്. ഇതേ കണ്ടില്ലേ, AC അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, നോൺ AC ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാം, നല്ല വൃത്തിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയുണ്ട്. അതേ ഇവിടെ നമുക്ക് ഇരിക്കാനൊരു സോഫ പോലത്തെ ഒരു കൊച്ചു സെറ്റപ്പ്, പിന്നെ അതേ താഴെ ഇവിടെ നമ്മളെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാത്റൂം ആണെങ്കിലും ക്ലീൻ ആൻഡ് നീറ്റാണ്, സാനിറ്റൈസ്ഡ് ആണെല്ലാം. കൊള്ളാം, 800 രൂപയ്ക്ക് നല്ലതാണ് ഫ്രണ്ട്സ്. ഇതാണ് ഹോട്ടൽ പ്രകാശ് പാലസിൻ്റെ കാർഡ്. അത്യാവശ്യം വേണ്ടവർക്കൊക്കെ ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് എന്താ പറയാമോ, നമ്മൾ വന്നപ്പോൾ കുറച്ച് വിശന്നാണ് വന്നത്. രാവിലെ കുറച്ച് ബ്രെഡല്ലേ കഴിച്ചോളായിരുന്നു ട്രെയിനിൽ വെച്ച്. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം. ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫോണും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ അതേ ഒരു TV ഉണ്ട്. അപ്പോൾ ഇനി പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. എല്ലാം അടുത്തടുത്താണ്, ഒന്നിനൊരു പോസ്റ്റില്ല. നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അതായത് നമ്മൾ പ്രകാശ് പാലസിലായിരുന്നല്ലോ റൂം എടുത്തത്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറി നമ്മൾ ഫുഡിന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു മീൽസാണ് പറഞ്ഞത്, കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എവിടെ പോകുന്നത്, കൊട്ടാരം കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കൊട്ടാരം കാണാൻ പോകുമ്പോഴത്തേക്കും മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതേ നമ്മളെ മീൽ വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിച്ച് റൂമിലൊക്കെ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വന്നിട്ട് കാണാവേ. 60 രൂപയാണ് മീലിന്. ഫ്രണ്ട്സ്, നല്ല ഫുഡായിരുന്നു, വയറ് നിറച്ച് കഴിച്ചു. 60 രൂപയ്ക്ക് വർത്താണ്. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിക്കണം. എങ്ങോട്ട് പോകാനാ? കൊട്ടാരത്തിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇവിടെ പാലസിലേക്ക് പോകാനാണെങ്കിലും നമ്മുടെ ചർച്ചിലേക്ക് പോകാനാണെങ്കിലും ഞാൻ ഈ നിൽക്കുന്ന ഇതേ സൈറ്റിൽ നിന്ന് നമുക്ക് ഓട്ടോ പോയാൽ 40 രൂപ, 50 രൂപ, 60 രൂപ, ഈ 3 റേഞ്ചിന് താഴെ ആവത്തുള്ളൂ. 50 രൂപ 40 രൂപയ്ക്ക് നമ്മൾ എന്തായാലും കൊണ്ടുപോകും. വലിയ അറപ്പൊന്നുമില്ല ഇവിടെ. പിന്നെ നമ്മൾ ബസ് മാർഗം പോകാനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് നമുക്ക് ഉപയോഗപ്രദമാകുന്ന എപ്പോഴാണെന്നറിയോ, ചാമുണ്ടി ഹിൽസിലേക്ക് പോകാനാണ്. അവിടെ നമുക്ക് എന്തായാലും ബസ് മാർഗ്ഗമേ പോകാൻ പറ്റൂ. അത് എങ്ങോട്ടാണ്? അപ്പോൾ സിറ്റി ബസ് സ്റ്റാൻഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റൂം എടുത്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വളരെ എളുപ്പത്തിൽ പോകാം? വളരെ അടുത്താണ്, 30 രൂപ ഓട്ടോ എടുത്താൽ നമ്മൾ സിറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കും. അപ്പോൾ നമ്മളെന്തായാലും കൊട്ടാരം കാണാനായിട്ട് പോവുകയാണേ, മൈസൂർ പാലസ്. അപ്പോൾ അതേ നമ്മുടെ ഓട്ടോ ചേട്ടൻ ഇവിടെ വന്ന് കൊണ്ടിറക്കിയിട്ടുണ്ട്. വരാഹ ഗേറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രിയുടെ അടുത്തായിട്ട് ഈ ഒരു ഓട്ടോ ചേട്ടനെ കൊണ്ടിറക്കി. 40 രൂപ മേടിച്ചു കേട്ടോ നമ്മളെ ഓട്ടോ കൂലി. അതിന് മുമ്പായിട്ടൊരു ചായ കുടിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുതിരവണ്ടി. ഇനി ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ കൊട്ടാരം കാണാനായിട്ട് അകത്തോട്ട് കയറും. മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങളെ കൊട്ടാരം കാണിക്കാനായി ശ്രമിക്കാം ഫ്രണ്ട്സ് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ സാധ്യത കൂടുതലാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കൂടുതലായി പോയെങ്കിൽ സ്കിപ്പടിച്ച് കാണുന്നവർക്കൊക്കെ സ്കിപ്പടിച്ച് കാണാം കേട്ടോ. അപ്പോൾ ചായ പറഞ്ഞിട്ടുണ്ട്, ചായ ഇപ്പോൾ നമുക്ക് കിട്ടും. കൊച്ചു ഗ്ലാസ്സിലാണെന്ന് തോന്നുന്നു കേട്ടോ ചായ വരുന്നത്. നോക്കാം. അതെ, കുഞ്ഞു ഗ്ലാസ്സിലാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചായ കണ്ടിട്ട് അകത്താക്കാൻ തോന്നുന്നു. അപ്പോൾ കുടിച്ചതിന് ശേഷം കാണാം ഫ്രണ്ട്സ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇതേ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ചായക്കാരുടെ ഇപ്പുറത്ത് ഈ ഒരു കരിമ്പിൻ്റെ സംഭവം, ജ്യൂസൊക്കെയാണ്, നല്ല വെള്ളക്കരിമ്പ് സെറ്റപ്പാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരെ മൈസൂർ കൊട്ടാരം കാണാൻ അകത്തോട്ട് കയറാം. അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അഡൾട്ട്സിന് എങ്ങനെയാണ്. കൊട്ടാരം എല്ലാ ദിവസവും രാവിലെ 10 തൊട്ട് വൈകിട്ട് 5:30 വരെ ഓപ്പൺ ആണ്. പിന്നെ രാത്രി ലൈറ്റ് ഷോ ഉണ്ട്. അത് നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, നോട്ട് അലൗഡ് ആണ്. പുറത്തുനിന്ന് കാണാം. അത് ഈ ഒരു എൻട്രി അല്ല, വേറൊരു എൻട്രിയാണ്. അത് വലുതായിട്ട് നമുക്ക് എന്താ പറയുക, അത്രയൊരു കാണാം, ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ നമ്മളത് കാണുന്നില്ല, കാരണം അകത്തോട്ട് നമുക്ക് കയറിയാലല്ലേ ഒരു കാഴ്ചയുള്ളൂ. നമുക്ക് പുറത്തുനിന്നും, അതായത് മൈസൂർ ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഒരു ഭാഗത്തുനിന്ന് പുറത്തുനിന്ന് മാത്രം ആ ഒരു ലൈറ്റ് സെറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും രാവിലെ 10 തൊട്ട് വൈകിട്ട് 5:30 വരെ നമ്മുടെ കൊട്ടാരം തുറന്നിരിക്കും. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. യുവാക്കൾക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് റേറ്റ്. നമ്മളിപ്പോൾ അകത്തോട്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ ചെക്ക് ചെയ്തിട്ടാണ് അവർ കയറ്റി വിടുന്നത് എക്സിറ്റിലോട്ട്. ഇപ്പോൾ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ കൊട്ടാരത്തിനകത്ത്, അതായത് കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അകത്ത് കയറി കാണേണ്ട കാഴ്ചകളിലൊക്കെ നമ്മുടെ ചെരുപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചപ്പൽ നമ്മൾ കയറുന്ന എൻട്രിയിൽ തന്നെ നമുക്ക് അവിടെ വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചപ്പലൊക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. ധാരാളം കാണാനുണ്ട് കൊട്ടാരത്തിലെ പല കാഴ്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഓടിച്ചു പോകുന്നതാണ്. കൊട്ടാരം മുഴുവനായിട്ട് എടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും.
അപ്പോൾ ഇതിനകത്തായിട്ട് തന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ക്ലോക്ക് റൂം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ചെരുപ്പ് വെക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. കൊട്ടാരത്തിനകത്ത് നമുക്ക് നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കാനാണെങ്കിൽ ഒക്കെ ഫ്രീ ആണ്. അത് മാത്രവുമല്ല, ധാരാളം എന്ന് പറയുന്ന ഒരു 3 അമ്പലം എന്തായാലും ഈ ഒരു കൊട്ടാരത്തിനകത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കയറാം. ഇപ്പം നിങ്ങൾ ഈ കൊട്ടാരം കണ്ടിറങ്ങിയതിന് ശേഷം ഈ കൊട്ടാരത്തിനകത്തുള്ള തന്നെ ക്ഷേത്രങ്ങൾ, 3 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് ദർശനത്തിനായിട്ട് നടത്താം. ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രമുണ്ട്, പിന്നെ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്, പിന്നെ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ 3 ക്ഷേത്രങ്ങൾ ഈ ഒരു കൊട്ടാരത്തിനാൽ ചുറ്റപ്പെട്ട് കിടപ്പുണ്ട്. ധാരാളമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുവരെ കാണാൻ ആഗ്രഹിക്കാത്തവർക്കൊക്കെ, അതായത് ഇതുവരെ വരാൻ പറ്റാത്തവർക്കൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഈ രാത്രി ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ കൊട്ടാരത്തിന്. അത് 7 മണി തൊട്ട് 8 മണി വരെ ഉള്ളു കേട്ടോ. 1 മണിക്കൂറാണ്. അത് ഏതോ ഒരു എൻട്രിയിൽ നമുക്ക് അവിടെ നിന്ന്, അതായത് പ്രവേശിക്കാൻ പോലും പറ്റത്തില്ല, പുറത്തുനിന്ന് വേണം നമുക്കത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം മൈസൂർ പാലസിൽ നമ്മൾ എങ്ങനെയാണ് വന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ, എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇവിടുത്തെ അമ്പലങ്ങളുടെ ദർശനവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷവും ഇവിടുത്തെ ചുറ്റും കൊട്ടാരത്തിലെ കാഴ്ചകൾ മുഴുവൻ കണ്ടതിന് ശേഷവും നമ്മൾ നേരെ പോകുന്നത് സിറ്റി ബസ് സ്റ്റാൻഡിലോട്ടാണ്. അതായത് നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നേരെ ഇച്ചിരി നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് കൊട്ടാരത്തിൻ്റെ അടുത്തുനിന്ന് സിറ്റി ബസ് സ്റ്റാൻഡിലോട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വഴി പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് എന്നുള്ളത്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ നേരെ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകാൻ നമുക്ക് ബസ് പിടിക്കണം. ആ ബസ്സിൽ കയറി നമ്മൾ ചാമുണ്ഡി ക്ഷേത്രവും കണ്ട് ചാമുണ്ഡി ഹിൽസിൽ അവിടുത്തെ ഒരു വ്യൂവും കണ്ടിട്ട് നേരെ തിരിച്ച് നമ്മളെ റൂമിലേക്ക് വരും. അതായത് നമ്മൾ റൂം എടുത്ത ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ ഒരു ഹോട്ടൽ, അവിടെ വന്ന് നമ്മൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ നേരെ ആ ഒരു ചർച്ചും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും റൂമിൽ വരും. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം മൈസൂർ പാലസിലെ ഈ കാഴ്ചകളാണ്, നമ്മളെ മൈസൂർ കൊട്ടാരത്തിലെ ഈ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? നമ്മളൊരുവിധം കാഴ്ചകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളെ ഈ വീഡിയോയിൽ ഓടിച്ച് കാണിക്കുന്നത് കൊണ്ട് എനിക്ക് മുഴുവനായിട്ട് ഇത് നല്ല രീതിയിൽ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും, റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം നമ്മൾ റൂം എടുക്കുന്ന കാര്യമാണെങ്കിലും, അവിടുന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെ വരേണ്ടതെന്നൊക്കെ ഉള്ള ഒരു അത്യാവശ്യ കാര്യങ്ങൾ, പിന്നെ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ മതി. ബാക്കിയൊക്കെ നിങ്ങൾ വന്ന് കാണുക, കാര്യങ്ങളൊക്കെ നല്ല ചെയ്യുക. ഉറപ്പായിട്ടും ഇതുവരെ കാണാൻ ആഗ്രഹിക്കാത്തവർക്ക്, കാണാൻ പറ്റാത്തവർക്ക്, ആഗ്രഹിക്കാത്തവരെന്നേ വായി വരുന്നുള്ളൂ കേട്ടോ, പറ്റാത്തവർക്ക് തീർച്ചയായും വന്ന് കാണാൻ സാധിക്കട്ടെ. നല്ലൊരു കാഴ്ച തന്നെയാണ്, ഒരു ബ്രഹ്മാണ്ഡ കൊട്ടാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങിയാണ് ഫ്രണ്ട്സ്. ഇനി പുറത്തുനിന്ന് ബസ് പിടിക്കണം. ഇവിടുന്ന് വലത്ത് സൈഡിലോട്ട് വേണം നമുക്ക് നടക്കാൻ. ഇവിടെ ബസ്സൊക്കെ കൊണ്ട് നിർത്തിയേക്കുന്നത് കണ്ടോ? ഇവിടെ പക്ഷേ ബസ്സുകൾ വളരെ കുറവാണ് നിർത്തുന്നത്. അതായത് നമ്മുടെ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന ബസ് ഈ ഒരു റൂട്ടിൽ കൂടെ പോകും, പക്ഷേ ഇവിടെ അല്ല നിർത്തുന്നത്, വേറെ സ്റ്റോപ്പിലാണ്. അതിലും നല്ലത് നമ്മൾ കറക്റ്റ് സിറ്റി ബസ് സ്റ്റാൻഡിൽ ചെന്ന് കയറി കഴിഞ്ഞുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടും, കൺഫേം ആണ്. വഴിയിൽ നിന്ന് കയറാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടത്തില്ല. കുറച്ചുണ്ട് ഹെയർപിന്നൊക്കെ കയറി ആ വണ്ടി പോകുന്നത്, അപ്പം നിന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് സീറ്റ് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചതേ നമ്മൾ ചായ കുടിച്ച ആ ഒരു കടയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വഴി കൂടെ നടന്ന് പോവുകയാണ്. ഇതേ ബസ്സുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇത് ചാമുണ്ഡി ഹിൽസിൽ പോകുന്ന ബസ്സല്ല, അതുകൊണ്ട് അത് ഇവിടെ നിർത്തത്തതുമില്ല. നമുക്ക് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ നടന്ന് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഒരു 30 രൂപ. അതായത് ആ കൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് ഓട്ടോ ഒരു 30-40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ നേരെ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടിറക്കും. ഇനി ഇവിടുന്ന് നമുക്ക് പോകാനുള്ള ബസ് കണ്ടുപിടിക്കണം. ചാമുണ്ഡി ഹിൽസിലേക്ക് പോകാനുള്ള ബസ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ചാമുണ്ഡി ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ ഓരോ നമ്പറുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? 3, 2, 1, 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4-മത്തേനകത്താണ് നമുക്ക് പോയി നിൽക്കേണ്ടത്. ഇവിടാന്ന് തോന്നുന്നു. വേണ്ട, ബസ് ബേ 4 അവിടെയാണ് നമുക്ക് ബസ് കിട്ടേണ്ടത്. ചിലപ്പോൾ 1-ലും കിടക്കാമെന്ന് പറയുന്നുണ്ട്, എന്നാലും ചുമ്മാ നോക്കാം. എല്ലാവരും പറഞ്ഞത് 4-ലാന്നാണ്. ബസ് ബേ 2, ഇതിൻ്റെ അപ്പുറത്ത് ബസ് ബേ 1 ഒന്നും കാണുന്നില്ല അവിടെ, അതുകൊണ്ട് വണ്ടിയും ഇല്ല. അതുകൊണ്ട് ബസ് ബേ 4 തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. സിറ്റി ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ബസ് ബേ 4 ഇവിടെ കിടക്കുന്നു. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. 201 ബസ് നമ്പർ. ചാമുണ്ഡി ഹിൽസ് ഇതേ കിടത്തേക്ക് നട ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ തന്നെയാണ് നമുക്ക് കാണാനുള്ള സൺസെറ്റും കാര്യങ്ങളും, ഹിൽസിൻ്റെ വ്യൂവും, പിന്നെ നമ്മുടെ ക്ഷേത്രവും അവിടെ തന്നെയാണ്. ബസ്സിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി തുടങ്ങി. ഇവിടെ നിന്ന് തന്നെ കയറുന്നതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടും, ഇരുന്ന് തന്നെ പോവാം. അതുകൊണ്ട് സീറ്റ് കിട്ടി. ഒരാൾക്ക് 30 രൂപയാണ് ബസ്സിൽ ചാർജ് വരുന്നത്. കുറച്ചുണ്ട്, ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം. ബസ് ഇപ്പോൾ എടുക്കും.
ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മളത് വന്ന് ചാമുണ്ഡി ഹിൽസിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ചാമുണ്ഡി ടെമ്പിളൊക്കെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടുത്തെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദർശനത്തിൻ്റെ മോർണിംഗ്, ഈവനിങ്, അമ്പലത്തിൻ്റെയൊക്കെ അതേ കണ്ടല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. ടൂറിസ്റ്റ് സ്പോട്ടും കൂടെ ഒക്കെയാണ്. ഈ മൈസൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 3 സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളല്ലോ. ഒറ്റ ദിവസം കറക്റ്റില്ല, ഒരു ദിവസം സ്റ്റേ അടിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ നമ്മൾ വന്നിറങ്ങിയ ദിവസത്തെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടാരം ഒന്ന് നല്ലതുപോലെ കാണുക, കൊട്ടാരത്തിനകത്ത് ഒരു 3 ക്ഷേത്രമുണ്ട്, അവിടേക്ക് ഒന്ന് കയറി ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങുക. അതായിരുന്നു ആദ്യത്തേത്. അത് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തുള്ളത് നമ്മളിത് ഇങ്ങോട്ട് ചാമുണ്ഡി ഹിൽസിലേക്ക് വന്നത്. ഇവിടുത്തെ ക്ഷേത്ര ദർശനവും ഇവിടുത്തെ ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ വന്ന് ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹിൽസിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതേ അമ്പലം, ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതേ കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെയൊക്കെ നമ്മളിങ്ങനെ പതിയെ 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 നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രസാദ ടൈമിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 7:30, 10 മണി, 12 മണി, 3:30 അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി ഒരു അമ്പലമാണ് കേട്ടോ. മസ്റ്റ് വിസിറ്റഡ് ടെമ്പിളാണ്. മൈസൂർ വന്നതിന് ശേഷം ചാമുണ്ഡി ക്ഷേത്രത്തിലേക്ക് തീർച്ചയായും നിങ്ങൾ വരേണ്ടതാണ് ഫ്രണ്ട്സ്. ഇതെന്തോ മാരേജ് ഹാളാണ് കേട്ടോ. ചാമുണ്ഡേശ്വരി കല്യാണ മണ്ഡപം, കൊള്ളാം, നല്ലതാണ്. അപ്പോൾ മൈസൂർ ട്രിപ്പിൻ്റെ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇനി ഇതിനകത്ത് കയറി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹിൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ, വളരെ അടുത്തായിട്ട് തന്നെയാണ് ഹിൽസും. നമ്മളെ ബസ് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് രണ്ടും, ക്ഷേത്രവും ഹിൽസും ഒക്കെ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ പോസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ചെറിയ ചെറിയ കച്ചവടങ്ങളും തെരുവല്ല, ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ തിരക്കുകളും ഉണ്ട്. ചോളമൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനം, തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും ചോളം ഒരു മെയിൻ ഐറ്റം തന്നെയാണ് അല്ലേ. ഇവിടെയുണ്ട് നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഇതൊക്കെ. അത് ഓൺ റിസ്ക് ആണ്. ചെരുപ്പ് സൂക്ഷിക്കുന്നത് നമുക്ക് ഓൺ റിസ്ക് അല്ല, അല്ലാതെ നമ്മൾ വഴിയിൽ ഇട്ടിട്ട് പോകുന്നത് ഓൺ റിസ്ക് ആണ്. കൊള്ളാം, നല്ലൊരു വൈബുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഹിൽ ടോപ്പിലല്ലേ, എയർ പിന്നായി കയറി വന്നതല്ലേ, അപ്പം ചെറിയ രീതിയിൽ നല്ല തണുപ്പുമുണ്ട്. കൊള്ളാം. ഇനിയിപ്പോൾ പരിപാടി നേരെ ക്ഷേത്ര ദർശനം കഴിയുക, ഇവിടെ നിന്ന് ഇറങ്ങുക, നേരെ നമ്മളെ ഹില്ലിൻ്റെ വ്യൂ ഒന്ന് പോയി കാണുക. സൂര്യൻ നൈസ് മൂഡിൽ അവിടെ നിൽപ്പുണ്ട്, ഇതേ കണ്ടില്ലേ. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാം. ഈ ചാമുണ്ഡി ഹിൽസ് എന്ന് പറയുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രവും നമ്മുടെ ഈ ഒരു സ്പോട്ടും. നല്ല രസമുണ്ടല്ലേ സൂര്യനെ കാണാനായിട്ട്, വൈബാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല രസമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. നമ്മൾ ഇത്രയും മേളിൽ ഹൈ റേഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല തണുപ്പുമുണ്ട്, നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു സ്പോട്ട്, ഇവിടെ ഒരു സ്പോട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ, ഒരു വഴി കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ചാമുണ്ഡി ഹിൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യൂ മിസ്സായി പോകരുത്. അമ്പലത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു കാഴ്ചയും കൂടെ കാണാനായിട്ട് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, നോക്ക്, അടിപൊളിയല്ലേ, നൈസ് വ്യൂ അല്ലേ. അമ്പോ കൊള്ളാം. അടിപൊളി അടിപൊളി. നല്ല തണുപ്പുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും. ആ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട്, അമ്പലത്തിനകത്തും നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആ ദർശനമൊക്കെ കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങി വന്നത് ഇവിടെയും കൂടെ വന്ന് നിന്നപ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അടിപൊളി. അങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികളെല്ലാം ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് കയറാൻ പോകണം, ബസ് കയറി തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്തൊക്കെയായിരുന്നു? കൊട്ടാരം, കൊട്ടാരത്തിനകത്തുള്ള ടെമ്പിള്, പിന്നെ ചാമുണ്ഡി ക്ഷേത്രം, ചാമുണ്ഡി ഹിൽസ്, അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ബസ് കയറുവാണ്. എങ്ങോട്ടാ? അതിന് നേരെ തിരിച്ച് സിറ്റി ബസ് സ്റ്റാൻഡ് അവിടെ പോയി ഇറങ്ങും നമ്മൾ ബസ് കയറിയെടുത്ത്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് തന്നെ നമ്മളെ റൂമിൽ പോകും. അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം. ഫ്രണ്ട്സ്, ചാമുണ്ഡി ഹിൽസിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒറ്റ മൈൻഡിൽ അങ്ങ് നടന്നു. കുറച്ചുണ്ടായിരുന്നു, ടയർഡായി പോയി.
9 മണിയായിട്ടുണ്ട് രാത്രി. നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നത്. നമ്മൾ രാവിലെ കഴിച്ച അതേ ഹോട്ടലിലാണ് ഇപ്പോഴും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പൊറോട്ടയും പനീരൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. രാത്രി നല്ല ചൂട് പൊറോട്ടയും പനീരും കഴിച്ച് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യും. 9:05 നമ്മുടെ ചേട്ടൻ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊറോട്ട, പനീര് ഒരാൾക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 70 രൂപയാണ് വന്നത്. രണ്ടുപേരും കൂടെ കഴിച്ചപ്പോൾ 140 രൂപയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോവുക. ഇന്നത്തെ ദിവസം നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് ഓട്ടോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് തിരിച്ച് നടന്നായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. 30-40 രൂപയുടെ ഓട്ടോയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിനകത്തോട്ട് കയറി പോയി കിടന്ന് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ രാവിലെ എണീക്കണം, ഫുഡ് കഴിക്കണം ഇതേ ഹോട്ടലിൽ നിന്ന്. എന്നിട്ട് നേരെ ചർച്ചിലോട്ട് പോകണം. ബൈ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ അടുത്ത ദിവസമായിട്ടിരിക്കുകയാണ്. 2ാം ദിവസം രാവിലെ അതേ ഹോട്ടലിൽ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. വെങ്കടേഷ് ഭവൻ. വരാനൊന്നുമില്ല, നമ്മളിപ്പുറത്തായിരുന്നല്ലോ താമസം. അത് നേരെ ഇറങ്ങി തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചി ഇതേ വെള്ളമൊക്കെ ആയിട്ട് നമ്മളടുത്ത് വരുന്നുണ്ട്. സമയം രാവിലെ 8:30 ആവുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:45 നമുക്ക് ട്രെയിൻ. പള്ളിയും കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ട്രെയിൻ പിടിക്കും. അപ്പോൾ അതേ ഫുഡ് ആദ്യം വടയാണ് പറഞ്ഞത്. ഒരു പ്ലെയിൻ ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാക്സിമം എല്ലാത്തിൻ്റെയും വില 75 രൂപ, അതിനകത്തേ ഉള്ളൂ എല്ലാം കേട്ടോ. പ്ലെയിൻ ദോശ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് വടയും സാമ്പാറും പിന്നെ ചട്നിയാണ് ആയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചട്നി, അടിപൊളിയാണ്. അപ്പോൾ അതേ നമുക്കുള്ള പ്ലെയിൻ ദോശ വന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള അടിപൊളി പ്ലെയിൻ ദോശ കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഒരു കുറ്റവും പറയാനില്ല ഫ്രണ്ട്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓട്ടോ കയറിയിട്ടുണ്ട്. 50 രൂപ കൊടുത്ത് നേരെ പള്ളിയിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 2-2.5 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് പള്ളിയിലോട്ട് പോകാൻ. അടിപൊളി ഒരു ചർച്ചാണ്. അപ്പോൾ ആ ഒരു പള്ളിയിലോട്ടാണ് നമ്മളിനി ആ പള്ളിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതേ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ ഓട്ടോ ചേട്ടൻ കൊണ്ടിറക്കി. നമുക്കൊരു ബ്രഹ്മാണ്ഡ ചർച്ചാണ് കേട്ടോ. അടിപൊളി ചർച്ച്, ഒന്നും പറയാനില്ല, കിടിലൻ ചർച്ച്. താണ്ട സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് സർക്കിൾ, സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് കേട്ടോ. അതാണ് ഈ ചർച്ച്. അപ്പോൾ നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് കേട്ടോ. കൊള്ളാമല്ലോ. അയ്യോ എന്ത് വമ്പം പള്ളി, അടിപൊളി ചർച്ച്. ഈ മൈസൂരിലൊരു അട്രാക്ഷൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ഇതൊരു സ്പിരിച്വലി പറയുകയാണെങ്കിൽ നമ്മളൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് ആ ഒരു പള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നേരിട്ട് കാണണം കേട്ടോ. കിളി പോവും. സൂപ്പർ സാധനം എന്ന് വെച്ചാൽ വമ്പ സാധനം. കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നിന്ന് ചാമ്പണം. എന്തായാലും അടിപൊളിയാണ്. കാണേണ്ട കാഴ്ചയും കാണേണ്ട പള്ളിയും. അകത്തൊക്കെ കയറാം കേട്ടോ നമുക്ക്. അതിന് മുമ്പ് ഇവിടെ തന്നെ ഇവിടെ പൈസ കൊടുക്കണം കേട്ടോ. ചെരുപ്പൊക്കെ ചപ്പൽ വെക്കുന്നതിന് 10 രൂപയാണ്. അവിടെ നമുക്ക് ചപ്പൽ വെക്കണം. അപ്പോൾ ചപ്പലൊക്കെ ഞങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പള്ളിക്കകത്തോട്ടൊന്ന് കയറണം. ഇതിനകത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട് കേട്ടോ. ഈ പള്ളിക്കകത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ ബാഗും ചപ്പലും ഒക്കെ സൂക്ഷിക്കുന്ന സംഭവം, കൗണ്ടർ. ഡു നോട്ട് ലീവ് യുവർ ഫുഡ് വെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ചർച്ച്. ചർച്ചിന് മുമ്പിൽ നമ്മളുടെ ചെരുപ്പ് ഉപേക്ഷിക്കരുത്. അപ്പോൾ ചർച്ചിനകത്തോട്ട് കയറാം, പ്രവേശിക്കാം. നല്ല സൈലൻസ്, ശാന്തമായിരിക്കുന്നു. അടിപൊളി ഒരു ചർച്ചാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ പുറത്തുനിന്ന് ഇതിനെ എങ്ങനെ നോക്കിയാലും അല്ല ഹെലിപ്പാഡ് ക്യാമൊക്കെ വേണം ഫുള്ള് വിഷ്വൽസ് കിട്ടണമെങ്കിൽ. നമ്മുടെ ഫോണിലാണ് ഒന്നാമത് എൻ്റെ ഇരിക്കുന്ന റെഡ്മിയുടെ ഫോണിനകത്തൊന്നും നടക്കത്തില്ല. പക്ഷെ കൊള്ളാം, കാണേണ്ട ഒരു ചർച്ചാണ്. വമ്പൻ ചർച്ചാണ്. വമ്പൻ ചർച്ച് എന്ന് പറഞ്ഞാൽ വമ്പൻ ചർച്ച്. ഇതേ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്ന് കഴിഞ്ഞിട്ട്. ഇതിനകത്ത് തന്നെ ഈ ചർച്ചിൻ്റെ അകത്ത് തന്നെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊള്ളാമല്ലേ, വമ്പനല്ലേ. ദ ജൂബിലി പ്രെയർ, ദേ ഇവിടെ ചർച്ചിൻ്റെ പ്രെയറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ചിലെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വന്ന് താമസിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് ഓട്ടോയിൽ തന്നെ പോയി സാധിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്.
മനസ്സിലായോ? കൊട്ടാരമാണെങ്കിലും ഇപ്പോൾ കൊട്ടാരം കയറി കണ്ടാലാണെങ്കിലും അതിനകത്ത് അമ്പലവും ദർശനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കാണാം, സാധിക്കും. അതൊക്കെ ഉണ്ട്. കൊട്ടാരത്തിലും കുറേ കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാമുണ്ഡി ഹിൽസ് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അതും ആ ഒരു ക്ഷേത്രവും. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളിത് ഓട്ടോ പിടിച്ച് നേരെ നമ്മളെ റൂമിൻ്റെ അടുത്തോട്ട് പോവാണ്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ബാഗ് എടുക്കണം. എന്നിട്ട് നമുക്ക് നേരെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഉച്ചയ്ക്ക് നമുക്ക് അവിടുന്ന് ട്രെയിൻ കയറണം, തിരിച്ച് വീട്ടിലോട്ട് വരണം. ഇതൊക്കെയാണ് ഇനി പ്ലാൻ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന്, അതായത് നമ്മൾ റൂം എടുത്ത ലോഡ്ജിൽ നിന്നിട്ട് നമ്മൾ തിരിച്ച് നടന്നാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. 40 രൂപ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടാക്കും, പക്ഷേ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഹോട്ടൽ പ്രകാശ് പാലസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പോട്ടും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയാണ്. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് മെയിനായിട്ട് റൂം എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് വീഡിയോയുടെ ആദ്യമേ, ഇവിടെ കോട്ടയം ഒന്ന് ദൈവമേ, മൈസൂർ മെഡിക്കൽ കോളേജും മൈസൂർ ആയുർവേദ കോളേജും ഒക്കെ, ആയുർവേദ എല്ലാം ഹോസ്പിറ്റലൊക്കെ ഇവിടെയുണ്ട്, മെഡിക്കൽ ഹോസ്പിറ്റലൊക്കെ. അപ്പം ആ ഒരു സെറ്റപ്പ് വേണ്ടിയിട്ട്, പിന്നെ അത്യാവശ്യം രാത്രി വല്ല ജലദോഷമോ പനിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതും മിക്ക ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പതിയെ, വലിയ വെയിലൊന്നുമില്ല, അത് കണ്ടില്ലേ, അപ്പുറം ഇപ്പുറമായിട്ട് മരം ഇങ്ങനെ നമ്മളെ മറച്ച് വെച്ചേക്കുകയാണ്. 2 സൈഡിലും മുട്ട മരങ്ങൾ. നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോകാം റെയിൽവേ സ്റ്റേഷനിലോട്ട്. വലിയ പോസ്റ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മൈസൂർ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടില്ല. ഇത് നടന്നു വരുമ്പോൾ തന്നെ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് നഴ്സിംഗ്, അത് കണ്ടില്ലേ, ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഉച്ചക്കലത്തുള്ള ഫുഡ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു, ഒരു വെജ് ബിരിയാണി. അത് കഴിച്ചതിന് ശേഷം രാത്രിത്തേക്കുള്ള ഡിന്നർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സേലത്ത് വണ്ടി എത്തുമ്പം ട്രെയിൻ നിർത്തുമ്പോൾ അവിടെ നിന്ന് നല്ല ഫുഡ് കിട്ടും. ചപ്പാത്തിയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. എന്നാലും ഇവിടെ വന്നതിന് ശേഷം കഴിച്ചതെല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കേ ഓട്ടോ വഴി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ പോകാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ആണ്, ഞാൻ എടുത്തെടുത്ത് എവിടെയെങ്കിലും ആണ് റൂം എടുക്കുന്നെങ്കിൽ. അങ്ങനെ അതേ ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് മൈസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, അറഞ്ചം പുറഞ്ചം ഓട്ടോകളാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് മൈസൂർ കൊട്ടാരത്തിലേക്ക്. പിന്നെ അതേ ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലായിട്ട് തന്നെ ഇങ്ങനൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ബൈക്കോ സ്കൂട്ടറോ കാർക്കേൽ റെൻ്റൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് എഴുതിയിട്ടുള്ളൊരു പരസ്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയുടെ ആവശ്യമൊന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഈ ടിപ്പുവിൻ്റെ കോട്ട അങ്ങോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കും, അവിടെയും മറ്റേ ശ്രീരംഗനാഥ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ വണ്ടി എടുക്കുന്നെങ്കിൽ റെൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെ ബസ് മാർഗവും നിങ്ങൾക്ക് പോവാം. നമ്മളിപ്പോൾ ഒറ്റ മൈൻഡ് ട്രിപ്പായിരുന്നു മൈസൂർ ട്രിപ്പ്. കൊച്ചുവേളി നേരെ നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് വരുന്ന വണ്ടി പിടിച്ച് നേരെ ആ വണ്ടി തന്നെ പോവുക തിരിച്ച് നാട്ടിലോട്ട്. അറിയാമല്ല, ദേ കിടക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്, മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ്. ദേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മാറി വേറെ ലാംഗ്വേജ് ആയിരിക്കുകയാണ്. വെജ് റിഫ്രഷ്മെൻറ്റ് റൂം വേണ്ട, അവിടെ ഇപ്പോൾ എന്തെങ്കിലും മേടിക്കണം ഉച്ചക്കത്തേക്കുള്ള വെജ് മീൽസൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതേ സമയം 11:35 ആയതേ ഉള്ളൂ. നമുക്ക് 12:45 ട്രെയിൻ. അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവിടെ കിടപ്പുണ്ട് വണ്ടി, ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനല്ലേ. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 പോവുക. അപ്പോൾ മൈസൂരിൽ നമ്മൾ വന്നതും ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് കണ്ടതെന്നും അതും സ്റ്റേ അടിച്ച ഒരു ദിവസം കൊണ്ട് കണ്ടിട്ട് അടുത്ത ദിവസം നമ്മൾ എങ്ങനെ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ. ഞാൻ നമുക്ക് പോകുന്ന ട്രെയിനെ കാണിച്ചു തരാനൊന്നുമില്ല, അതേ നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിൻ തന്നെയാണ്, സ്ലീപ്പറിൽ തന്നെയാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 455 രൂപയായി ടിക്കറ്റ്. അങ്ങോട്ട് 455, ഇങ്ങോട്ട് 455 ഒരാൾക്ക്. പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. കറക്റ്റ് 12:45 ആകുമ്പോൾ നമ്മുടെ ട്രെയിൻ എടുക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ അങ്ങ് ആരുമില്ല, കാരണം ട്രെയിൻ എടുക്കേണ്ട സമയമായിട്ടില്ല. നമ്മൾ നേരത്തെയാണല്ലോ വന്നത്. നാളെ രാവിലെ ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും കൊല്ലം പിടിക്കുമായിരിക്കും കേട്ടോ. വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫ്രണ്ട്സ്, അങ്ങനെ കറക്റ്റ് 12:45 ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ എടുത്തു. ഇപ്പോൾ 12:46 ആയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ ട്രെയിൻ കിടന്നത്. അപ്പം മൈസൂരിന് ബൈ. നല്ലൊരു ദിവസമായിരുന്നു. കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നിങ്ങളും ആ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗ് വൈൻഡിങ് അപ്പ്. ഇനി നമുക്ക് നാളെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ടങ്ങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.
ഫുഡൊക്കെ മേടിച്ചാൽ ഞാൻ ഉച്ചയ്ക്കിരുന്ന് ഇതിനകത്തിരുന്ന് തന്നെ കഴിക്കും കേട്ടോ. ട്രെയിനിൽ ഇരുന്ന് തന്നെ ഞാൻ കഴിക്കും. രാത്രിത്തെ ഫുഡും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നും വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ആ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ 2ാം ദിവസമായിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മൈസൂർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കേരളത്തിലേക്ക്, എൻ്റെ ഹോം ടൗണിലേക്ക്, കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ കൊല്ലം ജംഗ്ഷൻ നെയിം ബോർഡ്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് അങ്ങോട്ട് പോകും ഫ്രണ്ട്സ്. ട്രെയിൻ മാർഗം അടുത്ത ട്രിപ്പ് മൈൻഡ്. ട്രിപ്പ് മീൻസ് വൈബ് മീൻസ് സമാധാനം മീൻസ് സമാധാനം മുഖ്യം. ബിഗിലി ഇതേ കണ്ട കറക്റ്റ് 7:29 നമ്മൾ കൊല്ലം ജംഗ്ഷൻ. ബൈ.